സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തെറി പറഞ്ഞുകൊണ്ട്, നബി തങ്ങളെ ചീത്ത വിളിച്ചുകൊണ്ട്, അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് അച്ചുകൾ നിരത്തി. മുസ്ലിമീങ്ങളുടെ ഹൃദയങ്ങൾ വേദനിച്ചു. ആർക്കാ വേദനിക്കാതിരിക്കുക? ഹബീബ് റസൂലുള്ളാഹിയെ പറഞ്ഞാൽ ഇത്രയധികം നല്ല മരുന്ന് വേറെയില്ല മുസ്ലിമീങ്ങളെ ഇളക്കാൻ എന്നറിയാം. അതുകൊണ്ടാണ് അങ്ങനെ നടത്തിയത്. ഞാൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രമാത്രം നീചമായ പ്രവൃത്തിയാണ് സത്യത്തില് ഇത്രയുമധികം തഴക്കവും പഴക്കവുമുള്ള കേരളത്തിലെ മലയാള ഭാഷാ പ്രേമികളൊക്കെ വളരെ സന്തോഷത്തോടെ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പത്രം അത് നടത്തിയിരിക്കുന്നത് എത്ര മോശപ്പെട്ട ഒരു പ്രവർത്തനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുസ്ലിമീങ്ങളെ വ്രണപ്പെടുത്താൻ പറ്റിയ ഏറ്റവും നല്ല മരുന്നാന്ന് അവർക്ക് മനസ്സിലായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിക്കുക എങ്കിൽ മുസ്ലിമീങ്ങൾ ഇളകും എന്ന് മനസ്സിലാക്കിയതാണ്. ഞാൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സോഷ്യൽ മീഡിയകളിൽ വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ഫേസ്ബുക്കിലും വാട്സപ്പിലും തുറക്കാൻ വയ്യ. യുദ്ധമാണ്. ഞാനിതിനെ കുറ്റപ്പെടുത്തുകയല്ല. പ്രതിഷേധങ്ങൾ വേണം, പ്രതിഷേധങ്ങളില്ലാതിരിക്കാൻ പറ്റില്ല. പക്ഷെ പ്രതിഷേധിക്കേണ്ട സ്വരമുണ്ട്, ശൈലിയുണ്ട്. ആ ശൈലിയിൽ നമ്മൾ പ്രതിഷേധിച്ചാൽ അത് ഫലം വരും. അതാ വേണ്ടത്. അതാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. നോക്കൂ, നിങ്ങൾ ഈ ലേഖനം എഴുതിയ, ഈ കുറിപ്പെഴുതിയ ആളുടെ പേരിൽ ഒരു കേസ് പോലും ചാർജ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ അദ്ദേഹം എഴുതിയത്. ആ കുറിപ്പ് വായിച്ചവർക്ക് മാത്രമേ അറിയൂ. ഞാൻ എന്താ പറയാത്തതെന്ന് വെച്ചാൽ, എന്റെ നാവ് കൊണ്ട് അത് പറയാൻ എനിക്ക് പ്രയാസമാണ്. മാതൃഭൂമിയുടെ ആ കട്ടിങ് ഇവിടെ ആവർത്തിച്ചു വായിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. ഞാൻ മുസ്ലിം ആയതുകൊണ്ട് എനിക്ക് പ്രയാസമുണ്ട്. മാതൃഭൂമി പറഞ്ഞു എന്ന് പറഞ്ഞു പോലും വായിക്കാനുള്ള താക്കത്ത്, അതിനുള്ള കെൽപ്പ് എന്റെ നാക്കിനില്ല. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളെ ഒന്നും ഹൃദയം അത് സമ്മതിക്കില്ല. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു സ്ത്രീലംബടനായി ചിത്രീകരിക്കുകയാ ചെയ്തത്. ചുരുക്കി അത്രമാത്രം പറയുന്നു. എങ്ങനെയാണ് ഇത് മുസ്ലിം സമൂഹം വെച്ചു പൊറുപ്പിക്കുക? മുസ്ലിം സമൂഹം എങ്ങനെ വെച്ചു പൊറുപ്പിക്കും? സുബ്ഹാന മൻ ജല്ല ജലാലു. ഞാൻ പറയുന്നു, ഒരു കേസ് പോലും ചർച്ച ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് അതിൽ പരാമർശിച്ചിട്ടില്ല. പക്ഷേ അത് വായിക്കുന്ന ആർക്കും തിരിയും ഇത് റസൂലുള്ളാഹിനെ പറ്റിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ബീവിയുടെ പേര് പരിഹസിക്കാൻ വേണ്ടി അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആയിഷ മോൾ എന്ന് പറഞ്ഞിട്ട് പ്രയോഗിച്ചിട്ടുണ്ട്. അതിൽ നിന്നും അതുപോലെ തന്നെ അതിന്റെ മുമ്പും പിമ്പൊക്കെ വായിച്ചാൽ റസൂലുള്ളാഹിനെ പറ്റിയാ പറഞ്ഞത് എന്ന് ബോധ്യപ്പെടും. എന്നിട്ട് വേണം മാതൃഭൂമി ഓഫീസ് അടിച്ചു പൊളിക്കാനോ അവിടെ വലിയ കലാപങ്ങൾ ഉണ്ടാക്കാനും. എന്നിട്ട് വേണം അടുത്ത ഇലക്ഷനിൽ ഇവിടെ താമര വിരിയോ എന്ന് നോക്കാൻ. ഇതാണ് ഇതിന്റെ തന്ത്രം. സത്യത്തിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കുകയാണ്. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. പക്ഷെ ഇത് നമ്മള് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. എന്നാലോ ഇവിടുത്തെ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും അതിന് വിട്ടുപോകാനും പറ്റില്ല. മനസ്സിലാക്കിയിട്ടുണ്ടാകും ചിലരെങ്കിലും. അതുകൊണ്ടാണ് പത്രം പറഞ്ഞു, ഇന്ന് നിർവ്യാജം ഖേദിക്കുന്നു എന്ന് പറഞ്ഞു. എന്താണാവോ ഈ നിർവ്യാജം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? നിർവ്യാജം ഖേദിക്കുന്നു, കുറിപ്പുകാരന്റെ പേര് പോലും ഇല്ലാതെ, പേരുണ്ടെങ്കിലൊക്കെ കിട്ടി നമ്മൾ ആ തലയും പാലും നോക്കിയില്ല അങ്ങ് കൊടുത്തു എന്നൊക്കെ പറയായിരുന്നു. പേര് പോലും ഇല്ലാതെ. ഇത് പത്രത്തിന്റെ ഉള്ളിലുള്ളവർ കളിച്ചതല്ലേ? ഈ പ്രസ്ഥാനത്തിന്റെ നേതാവിനെ, ഈ ഉമ്മത്തിന്റെ നേതാവിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി കളിച്ചതല്ലേ? ഞാൻ പറയുന്നു, തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഇത് നിർവ്യാജം ഖേദം രേഖപ്പെടുത്തിയതുകൊണ്ട് തീരുന്ന കേസല്ല. എന്നാലും നമ്മുടെ പരസ്യമായ പ്രതിഷേധങ്ങൾ പിൻവലിക്കാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അത് മതി. അത് മതി. മാത്രമല്ല, ഇതിന്റെ പിറകിലുള്ള ലക്ഷ്യവും അതാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമം നടത്തി നോക്കുകയാണ് തൽക്കാലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഇവന്മാരോടൊക്കെ പറയാനുള്ളത്, ആ പരിപ്പ് ഇവിടെ വേവൂല. എന്താ കാരണം? കേരളത്തെ കലാപഭൂമിയാക്കി മാറ്റണമെന്ന ലക്ഷ്യമുണ്ടെങ്കിൽ അത് തൽക്കാലം മുസ്ലിമീങ്ങളെന്നല്ല, മനുഷ്യത്വത്തിന് വില നൽകുന്ന, മാനവികതയ്ക്ക് വില നൽകുന്ന ഒരാൾക്കും അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റാത്തതാണ്. മാനവികതയ്ക്ക് വില നൽകുന്ന ഒരാൾക്കും അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ചിന്തിക്കണം കേട്ടോ. നമ്മൾ ശരിക്കാലോചിക്കണം. ഇതിന്റെ പേരിൽ അപക്വമായ നടപടികൾ നമ്മുടെ ഇടയിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല. കാരണം അല്ലാഹു റഹ്മാനാണ്.
അല്ലാഹു തആല അവനക്ക് വിശ്വസിച്ചവർക്കും വിശ്വസിക്കാത്തവർക്കും ഒക്കെ ഭക്ഷണം കൊടുക്കുന്ന പടച്ചവനാണ്. അതുകൊണ്ട് തന്നെ നമ്മള് എല്ലാ അർത്ഥത്തിലും എല്ലാവരോടും സ്നേഹത്തിലും സന്തോഷത്തിലുമാണ് നാം ജീവിക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പാടില്ല. അതേസമയം ഇങ്ങനെ ഒരു പത്രം, പാരമ്പര്യമുള്ള ഒരു പത്രം നമ്മുടെ ഹബീബിനെ വഷളാക്കിക്കൊണ്ട് കുറിപ്പെഴുതിയെങ്കിൽ അതിന് പ്രതിഷേധിക്കേണ്ടത് ഹവയിലിടിച്ചിട്ടല്ല, അന്തരീക്ഷത്തിലിടിച്ചിട്ടല്ല, തല്ലി തകർത്തുകൊണ്ടല്ല, നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ടല്ല. അതിന് പ്രതിഷേധിക്കേണ്ടത് മാന്യമായ ഭാഷ ഏതാണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പൂമുഖത്ത് നേരം വെളുക്കുമ്പോ ഈ പത്രം നമ്മളെ കാശ് കൊടുത്ത് വന്ന് വീഴുന്നുണ്ടോ? നാളെ മുതൽ വീഴാൻ പാടില്ല. നാളെ മുതൽ ഈ പത്രം നമ്മളെ മുറ്റത്ത് വീഴാൻ പാടില്ല. നമ്മൾ അറിയുന്നവരെ കൊണ്ട് ആരെയൊക്കെ ഇത് റദ്ദ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ അത് റദ്ദ് ചെയ്യിപ്പിക്കണം. കാരണം ഇവിടെ മനുഷ്യനെ സ്നേഹിക്കുന്ന ധാരാളം മതക്കാര് ജീവിക്കുന്ന രാജ്യമാണ്. നമ്മൾ മാത്രമല്ല, എല്ലാ മതക്കാരും മനുഷ്യത്വത്തിന് വില നൽകുന്ന, മനുഷ്യപ്പറ്റുള്ള എല്ലാ മതവിശ്വാസികളും കാണുന്നത് അങ്ങനെയാണ്. ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കണമെന്ന് ഒരാളും ഉദ്ദേശിക്കുന്നില്ല. നമ്മളും ആ സഹിഷ്ണുത തന്നെയാണ് നമ്മുടെ അടുത്തു നിന്നുണ്ടാവേണ്ടത്. അസഹിഷ്ണുത ഒരിക്കലും നമ്മളിൽ നിന്ന് വരാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കണം. ഇനി ഞാൻ പറയട്ടെ, ആ ആരോപണത്തെക്കുറിച്ചൊരു 2 വാക്ക്. ഇത് 53 വയസ്സുള്ള നബിതങ്ങള് ചെറുപ്പക്കാരിയായ ആയിഷയെ കല്യാണം കഴിച്ചു. ഒറ്റ കാര്യം പറയട്ടെ, ചരിത്രം പഠിക്കണം. അന്ന് റസൂലുള്ളാഹി മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നത്, അന്നത് പൊതു സ്വഭാവമാണ്. 9 വയസ്സ് പ്രായമുള്ള ഒരാള് ഇന്ന് ഒരു 16-17 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ വളർച്ച ഇപ്പോഴും അറബി പെണ്ണുങ്ങളെ കണ്ടു പരിചയമുള്ളവർക്കറിയും. അത് ഏതാവട്ടെ, അന്ന് എല്ലാവരുടെയും അവസ്ഥ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ 18ാമത്തെ വയസ്സില് സയ്യിദുനാ റസൂലുള്ളാഹി, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയുടെ ബീവി ആയിഷുമ്മ വിധവയായിട്ടുണ്ട്. എന്നിട്ട് ആയിഷുമ്മ റസൂലുള്ളാഹി തങ്ങളിൽ എത്ര സംതൃപ്തയായിരുന്നു, എത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നു തന്റെ ദാമ്പത്യ ജീവിതത്തിൽ. അതിന്റെ തെളിവല്ലേ 18 കഴിഞ്ഞിട്ട് പിന്നെ ആയിഷ ബീവി 10-65 കൊല്ലം ജീവിച്ചിട്ട് മറ്റൊരു പുരുഷന്റെ അടുത്തേക്ക് ആലോചിച്ചിട്ട് പോലുമില്ല. കിടപ്പറ പങ്കിടണമെന്ന് ചിന്തിക്കാത്ത പെണ്ണാണ് ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. ആയിഷ ബീവിക്കില്ലാത്ത സങ്കടം ഇപ്പുറത്തുണ്ടാവേണ്ട കാര്യമില്ല. അന്ന് അത് സർവ്വസാധാരണയാണെന്ന്. എന്നാൽ ആരോപണം ഉന്നയിക്കുന്നതിന്റെ മുമ്പ് ഇത്തരം സംഗതികൾ പറഞ്ഞ് അന്ന് സർവ്വസാധാരണയായി നടപ്പിലുള്ള ഒരു വിഷയം പറഞ്ഞിട്ട് ഈ മുത്തശ്ശിപത്രം ഇങ്ങനെ പേനയുണ്ടുന്നതിന്റെ മുമ്പ് ചിന്തിക്കേണ്ടിയിരുന്നത് എന്താണെന്നറിയോ? സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ ഇന്ന് കല്യാണം കഴിച്ചത് ഫസ്റ്റ് കല്യാണം. അവിടെ നിന്ന് എഴുത്, എന്നിട്ട് തുടങ്ങാം നമുക്ക്. മുത്തുനബിയുടെ 1ാമത്തെ കല്യാണം 25ാമത്തെ വയസ്സിലാണ്. തൊട്ടാൽ പൊട്ടുന്ന പ്രായമാണ്. ഒരു പുരുഷന്റെ ഏറ്റവും നല്ല പ്രായം 25ാമത്തെ വയസ്സിൽ ഹബീബ് കല്യാണം കഴിക്കുന്നത് 40 വയസ്സുള്ള 4 കുട്ടികളുടെ ഉമ്മയായ ബീവി ഖദീജുമ്മയാണ് റളിയല്ലാഹു അൻഹാ. 4 കുട്ടികളുടെ ഉമ്മയാണ്. 2 ആളാൽ വിവാഹമോചനം ചെയ്യപ്പെട്ടയാളാ. 2 ഭർത്താക്കന്മാര് നേരത്തെ കല്യാണം കഴിച്ചിട്ട് അവരാൽ വിവാഹമോചിതയായ ബീവി ഖദീജുമ്മ, 40 വയസ്സുള്ള ഖദീജുമ്മ. 65ാമത്തെ വയസ്സിലല്ലേ ഖദീജ ബീവി വഫാത്താകുന്നത്. അന്ന് മുത്തുനബിക്ക് എത്രയാ വയസ്സ്? 50 അല്ലേ? 25ലാ കിട്ടിയത്. 50-ൽ 40, 25, 65, 40, 25, 65. 65ാമത്തെ വയസ്സിലാണ് ബീവി ഖദീജുമ്മ വഫാത്താകുന്നത്. ആ ഉമ്മ മരിക്കുന്നത് വരെ, അപ്പോ നല്ല നിറഞ്ഞ പ്രായത്തിൽ 65 വയസ്സ് പ്രായമുള്ള ഒരു ഉമ്മാമയാണ് റസൂലുള്ളാന്റെ ഭാര്യ. അതെഴുതിയിട്ട് പറയ്, മുത്തുനബി സ്ത്രീലംബനാണ്. ബുദ്ധിയുള്ളവർ അംഗീകരിക്കട്ടെ. അവിടുന്ന് തുടങ്ങണം. ബുദ്ധിയുള്ളവർ അംഗീകരിക്കട്ടെ. ഈ നല്ല കാലമൊക്കെ അങ്ങ് അസ്തമിച്ചതിന്റെ ശേഷം സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് ഈ ഭ്രാന്തളകിയത്. അവിടെയാണ് ദൈവനിശ്ചയപ്രകാരമാണ് തിരുനബിയുടെ കല്യാണങ്ങൾ മുഴുവനും നടന്നത് എന്ന മുസ്ലിമീങ്ങളുടെ വിശ്വാസം അർത്ഥവത്താകുന്നത് അവിടെയാണ്. കാരണം കല്യാണം നടന്നത്. ഇനി നോക്കട്ടെ സെക്കൻഡ് കല്യാണം.
ആയിഷയിലേക്ക് എത്തുന്നതിന് മുമ്പ് സെക്കൻഡ് കല്യാണം, രണ്ടാമത്തെ കല്യാണം ആരെയാ കഴിച്ചത്? സയ്യിദുനാ റസൂലുള്ളാഹി. രണ്ടാമത്തെ കല്യാണം ആരെയാ കഴിച്ചത്? ഈ സദസ്സിൽ അറിയുന്നവരുണ്ടാവും. ആർക്കെങ്കിലും അറിയോ രണ്ടാമത്തെ കല്യാണം ആരെയാ കഴിച്ചത്? അറിയോ? ബീവി സൗദ റളിയല്ലാഹു അൻഹ. രണ്ടാമത്തെ കല്യാണം കഴിച്ചത് സൗദാ ബീവിനെയാണ്, ആയിഷ ബീവിനല്ല. അത് പിന്നെയാ വരുന്നത്. സൗദാ ബീവിയെയാണ് കല്യാണം കഴിച്ചത്. സൗദാ ബീവിന്റെ വയസ്സ് എത്രയെന്ന് അറിയണം? പറയണം. ഒന്നങ്ങനെ 25-ാം വയസ്സിൽ കെട്ടിയതാണ്, അതങ്ങനെ കഴിഞ്ഞു, അത് കഴിയോളം അങ്ങനെ പോയി. ഇനി അവസരം കിട്ടിയപ്പോ ഒരു ചെറുപ്പക്കാരത്തിനെ പോയി കിട്ടിയോ? ഇല്ല. പിന്നെ സൗദാ ബീവിനെ കെട്ടിയ സൗദാ ബീവി ആരായിരുന്നു അറിയോ? ഭർത്താവ് മരിച്ചിട്ട് ആരാരും സംരക്ഷിക്കാനില്ലാതെ കുടുങ്ങിയ ഒരു പെണ്ണ്. ആ പെണ്ണിനെ അങ്ങോട്ട് ഏറ്റെടുത്തു സയ്യിദുനാ റസൂലുള്ളാഹി. ബീവി സൗദ 63 വയസ്സായിരുന്നു സൗദാ ബീവിക്ക് കല്യാണം കഴിക്കുന്ന അന്ന്. 63 വയസ്സുള്ള സൗദാ ബീവിയെ കല്യാണം കഴിച്ചത്. ഈ ചരിത്ര ഭാഗങ്ങളൊക്കെ എന്തിനു മൂടിവെച്ചു? ഈ ഹബീബിനെ വഷളാക്കാൻ വേണ്ടി മാത്രമല്ലേ? അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ എഴുതിയിട്ട് തുടർന്നുള്ളത് എഴുതിക്കോളൂ, ഒരു പ്രയാസമില്ല. കാരണം ചെറിയ കുട്ടികളെ കല്യാണം കഴിച്ചു, ചെറുപ്പക്കാരിയെ കല്യാണം കഴിച്ചു എന്നത് അന്ന് സർവ്വസാധാരണയായി നടക്കുന്നതാണ്. അന്ന് ആ കാലഘട്ടത്തിൽ അങ്ങനെ കല്യാണം കഴിക്കാത്ത ആരും അവിടെ ഇല്ല, എല്ലാവർക്കും അതുപോലെ ഉണ്ട്. എന്നിട്ട് പിന്നെ റസൂലുള്ളാഹിയുടെ ബീവിമാരൊക്കെ, ആ ജീവിതത്തിലേക്ക് കടന്നു വന്ന ബീവിമാരൊക്കെ വിധവകളാണ്. വിധവകളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരായിഷ ബീവി മാത്രമാണ് കന്യകയായിട്ട് ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ആരോപണത്തിനൊരർത്ഥവുമില്ലെന്ന് മനസ്സിലാക്കാൻ സാധിക്കും.